Hi, I'm Shamir. Welcome back. Learn English through stories. Listening stories is a good way to learn English. This is not a wrong way to learn English. If you want to speak English, you have to practice. Unless you practice, you cannot speak English. I'm sure that this video will help you to learn English. ഇന്നത്തെ കഥയുടെ തലക്കെട്ട് ഇന്നസെൻറ്റ് ഗേൾ ആൻഡ് റൂത്ത്ലെസ് സ്റ്റെപ്പ് മദർ. ഇന്നസെൻ്റ് എന്നാൽ നിഷ്കളങ്കമായ, കളങ്കമില്ലാത്ത, ഇതൊക്കെയാണ് അർത്ഥം. റൂത്ത്ലെസ് എന്നാൽ അനുകമ്പയില്ലാത്ത, നിഷ്കരുണമായ, ക്രൂരമായ, ഇതൊക്കെയാണ് അർത്ഥം. സ്റ്റെപ്പ് മദർ എന്നാൽ രണ്ടാനമ്മ. നിഷ്കളങ്കയായ പെൺകുട്ടിയും ക്രൂരനായ രണ്ടാനമ്മയും. Long ago, there lived a handsome young prince named Orlando. Long ago, ഒരുപാട് കാലങ്ങൾക്ക് മുമ്പ്, there lived, ജീവിച്ചിരുന്നു, a handsome എന്നാൽ സുമുഖനായ, യങ് യുവാവായിട്ടുള്ള, പ്രിൻസ് എന്നാൽ രാജകുമാരൻ, യുവാവായ സുമുഖനായിട്ടുള്ള ഒരു രാജകുമാരൻ ജീവിച്ചിരുന്നു. നെയ്മഡ് ഓർലൻഡോ എന്ന് പേരുള്ള. Once, while wandering around his kingdom, he met a beautiful girl named Rosalind. Once, ഒരിക്കൽ, while wandering, വാണ്ടർ എന്നാൽ റോന്തു ചുറ്റുക എന്നുള്ള അർത്ഥമാണ്, അലഞ്ഞു തിരിഞ്ഞ് നടക്കുക. while wandering, റോന്തു ചുറ്റുന്നതിനിടെ, around his kingdom, അദ്ദേഹത്തിൻ്റെ രാജ്യത്തിലൂടെ. he met, അതിനിടയിൽ, he met, അദ്ദേഹം met, കണ്ടുമുട്ടി, a beautiful girl, ഒരു സുന്ദരിയായ പെൺകുട്ടിയെ, നെയ്മഡ് റോസലിൻഡ് എന്ന് പേരുള്ള ഒരു സുന്ദരിയായ ഒരു പെൺകുട്ടിയെ അദ്ദേഹം അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നതിനിടെ കണ്ടുമുട്ടി. റോസ്ലിൻ ലിവ്ഡ് വിത്ത് ഹെർ സ്റ്റെപ്പ് മദർ ഹു വാസ് എ വിച്ച്. റോസ്ലിൻഡ് ജീവിച്ചിരുന്നത് വിത്ത് ഹെർ സ്റ്റെപ്പ് മദർ എന്നാൽ രണ്ടാനമ്മ എന്നുള്ള അർത്ഥമാണ്. അവളുടെ രണ്ടാനമ്മയോട് കൂടെയായിരുന്നു അവൾ ജീവിച്ചിരുന്നത്. ഹു, ആ രണ്ടാനമ്മയെ പറ്റി പറയാനാണ് ഹു ഉപയോഗിച്ചിട്ടുള്ളത്. ഹു, ആ സ്ത്രീ, വാസ് എ വിച്ച് എന്നാൽ മന്ത്രവാദിനി എന്നാണ് അർത്ഥം, ദുർമന്ത്രവാദിനി. ആ സ്ത്രീ, ആ രണ്ടാനമ്മ ഒരു ദുർമന്ത്രവാദിനി ആയിരുന്നു. ദ പ്രിൻസ് ഫെൽ ഇൻ ലവ് വിത്ത് ദ ഗേൾ. ദ പ്രിൻസ്, രാജകുമാരൻ, ഫെൽ ഇൻ ലവ് എന്നാൽ സ്നേഹത്തിലാകുക എന്നുള്ള അർത്ഥമാണ്. വിത്ത് ദ ഗേൾ, ആ പെൺകുട്ടിയുമായി സ്നേഹത്തിലായി. ഹി പ്രപ്പോസ്ഡ് ടു ഹെർ. പ്രപ്പോസ് എന്നാൽ ഇവിടെ അർത്ഥം വിവാഹാഭ്യർത്ഥന ചെയ്യുക എന്നുള്ള അർത്ഥമാണ്. അദ്ദേഹം, ആ രാജകുമാരൻ, അവളോട് വിവാഹാഭ്യർത്ഥന നടത്തി. ഷീ അക്സെപ്റ്റഡ് ദ പ്രപ്പോസൽ ആൻഡ് ദേ ഗോട്ട് എൻഗേജ്ഡ്. ഷീ അക്സെപ്റ്റഡ്, അവൾ അംഗീകരിച്ചു, ദ പ്രപ്പോസൽ എന്നാൽ വിവാഹാഭ്യർത്ഥന. അവൻ്റെ വിവാഹാഭ്യർത്ഥന അവൾ സ്വീകരിച്ചു. ആൻഡ് ദേ ഗോട്ട് എൻഗേജ്ഡ്, അവർ വിവാഹം ഉറപ്പിച്ചു. റോസലിൻസ് സ്റ്റെപ്പ് മദർ വാസ് ഫിൽഡ് വിത്ത് എൻവി എന്നാൽ കണ്ണുകടി, അസൂയ, ഇതൊക്കെയാണ് അർത്ഥം. ഇതിൽ രാജകുമാരനുമായിട്ടുള്ള വിവാഹത്തിൽ ഇത് അറിഞ്ഞ് റോസ്ലിൻ്റെ രണ്ടാനമ്മ അസൂയാലുവായി. ഷീ വാണ്ടഡ് ഹെർ ഓൺ ഡോട്ടർ ടു മാരി ഓർലൻഡോ. ഷീ വാണ്ടഡ്, അവൾക്ക് വേണമായിരുന്നു, ഹെർ ഓൺ ഡോട്ടർ, അവളുടെ സ്വന്തം മകൾ, ടു മാരി ഓർലൻഡോ, അവൾക്ക് അവളുടെ സ്വന്തം മകൾ എന്താണ്, ഓർലൻഡോ, ആ രാജകുമാരനുമായിട്ട് വിവാഹം ചെയ്യണമായിരുന്നു. ഷീ ഡിസൈഡഡ് ടു കിൽ റോസ്ലിൻഡ്. ഷീ, അവൾ, രണ്ടാനമ്മ, ഡിസൈഡഡ്, തീരുമാനിച്ചു, ടു കിൽ റോസ്ലിൻഡിനെ കൊല്ലാൻ അവൾ തീരുമാനിച്ചു. സംഹൗ റോസ്ലിൻ കെയിം ടു നോ അബൌട്ട് ഹെർ സ്റ്റെപ്പ് മദേഴ്സ് പ്ലാൻ. സംഹൗ എന്നാൽ ഒരു വിധത്തിൽ എന്നുള്ള അർത്ഥം, എങ്ങനെയെങ്കിലും, ഇതൊക്കെയാണ് അർത്ഥം. എങ്ങനെയോ റോസ്ലിൻഡ് കെയിം ടു നോ, റോസ്ലിൻഡ് അറിയാനിടയായി, എബൌട്ട് ഹെർ സ്റ്റെപ്പ് മദേഴ്സ് പ്ലാൻ, അവളുടെ രണ്ടാനമ്മയുടെ പദ്ധതിയെപ്പറ്റി ഒരു വിധത്തിൽ എങ്ങനെയോ അവൾ അറിഞ്ഞു. ഷീ ടോൾഡ് ഓർലൻഡോ എവരിത്തിങ്. ഷീ ടോൾഡ്, അവൾ പറഞ്ഞു, ഓർലിൻഡോ, ആ രാജകുമാരനോട് പറഞ്ഞു, എവരിത്തിങ്, എല്ലാ കാര്യങ്ങളും. ഓർലൻഡോ അഡ്വൈസ്ഡ് ഹെർ ടു റൺ അവേ വിത്ത് ഹിം. ഓർലൻഡോ ഉപദേശിച്ചു, അവളോട്, ടു റൺ അവേ, ഓടിപ്പോകാൻ, വിത്ത് ഹിം, അദ്ദേഹത്തിൻ്റെ കൂടെ, അവൻ്റെ കൂടെ ഓടിപ്പോകാൻ അദ്ദേഹം, രാജകുമാരൻ, അവളോട് ഉപദേശിച്ചു. വൺ നൈറ്റ് ദേ റാൻ അവേ carrying her stepmother's magic wand with them.
വൺ നൈറ്റ് ഒരു ദിവസം രാത്രി. ദ റാൻ അവേ അവർ ഓടിപ്പോയി. ക്യാരിയിങ് ചുമന്നുകൊണ്ട് അല്ലെങ്കിൽ എടുത്തുകൊണ്ട് ഹെർ സ്റ്റെപ്പ് മദേഴ്സ് മാജിക് വാണ്ട്. വാണ്ട് എന്നാൽ ദണ്ട് എന്നുള്ള അർത്ഥമാണ്. മാജിക് വാണ്ട് മാന്ത്രിക വടി. വിത്ത് ദം അവരുടെ കൂടെ ആ മാജിക് അവളുടെ രണ്ടാനമ്മയുടെ മാജിക് വടിയുമായിട്ട് അവർ ഓടി രക്ഷപ്പെട്ടു. സൂൺ ദ സ്റ്റെപ്പ് മദർ ഡിസ്കവേർഡ് ദാറ്റ് റോസ്ലിൻ ഹാഡ് റൺ അവേ വിത്ത് ഓർലൻഡോ. സൂൺ വൈകാതെ ദ സ്റ്റെപ്പ് മദർ രണ്ടാനമ്മ ഡിസ്കവേർഡ് കണ്ടെത്തി ദാറ്റ് റോസ്ലിൻ ഹാഡ് റൺ അവേ വിത്ത് ഓർലൻഡോ. അവളുടെ രണ്ടാനമ്മ കണ്ടെത്തി റോസ്ലിൻ്റെ രാജകുമാരൻ്റെ കൂടെ ഒളിച്ചോടിപ്പോയിട്ടുണ്ട് എന്നുള്ളത് കണ്ടെത്തി. ഷീ വോർ ഹെർ സ്വിഫ്റ്റ് ഷൂസ് വിച്ച് കുഡ് ക്യാരി ഹെർ വെരി ഫാസ്റ്റ് ആൻഡ് കോട്ട് അപ്പ് ദം. ഷീ വോർ എന്നാൽ ധരിച്ചു എന്നാണ് അർത്ഥം. വെയർ എന്നാൽ ധരിക്കുക, അതിൻ്റെ പാസ്റ്റാണ് വോർ. ധരിച്ചു. ഷീ വോർ അവൾ ധരിച്ചു. ഹെർ സ്വിഫ്റ്റ് ഷൂസ് അതായത് വേഗത്തിൽ പോകുന്ന ഷൂസുകൾ ധരിച്ചു. വിച്ച് കുഡ് അതിന് സാധിക്കും, ആ ഷൂസുകൾക്ക്, ക്യാരി ഹെർ അവളെ കൊണ്ടുപോകാൻ, വെരി ഫാസ്റ്റ് വളരെ വേഗത്തിൽ ആ ഷൂസുകൾക്ക് അവളെ കൊണ്ടുപോകാൻ സാധിക്കും. ആൻഡ് കോട്ട് അപ്പ് ദം അവരെ പിടികൂടാനും സാധിക്കും. ആ ഷൂസുകൾ അവൾ ധരിച്ചു. വെൻ ഓർലൻഡോ സോ ദാറ്റ് ഷീ വാസ് ഫോളോവിങ് ദം. വെൻ ആ സമയത്ത്, ഓർലൻഡോ സോ ദാറ്റ് ഓർലൻഡോ അത് കണ്ട സമയത്ത്, ഷീ വാസ് ഫോളോവിങ് ദം അവളുടെ രണ്ടാനമ്മ അവരെ പിന്തുടരുന്നുണ്ട് എന്നുള്ളത് കണ്ടപ്പോൾ. ദം എന്നാൽ അവരെ, ഫോളോവിങ് എന്നാൽ പിന്തുടരുക. He waved the magic wand and turned Roslyn into a red flower and himself into a violin. രണ്ടാനമ്മ പിന്തുടരുന്നത് കണ്ടപ്പോൾ അവൻ രാജകുമാരൻ വേവ് എന്നാൽ വീശുക എന്നുള്ള അർത്ഥമാണ്. വീശി. ദ മാജിക് വാണ്ട് ആ മാന്ത്രിക വടി. ആൻഡ് ടേൺഡ് റോസ്ലിൻഡിനെ രൂപം മാറ്റി. ടേൺ എന്നാൽ ഇവിടെ രൂപം മാറ്റുക എന്നുള്ള അർത്ഥമാണ്. ടേൺഡ് റോസ്ലിൻഡ് ഇൻറ്റു എ റെഡ് ഫ്ലവർ ഒരു ചുവന്ന പുഷ്പമാക്കിയിട്ട് അവളെ ആ വടി കൊണ്ട് വീശി അവൻ രൂപം മാറ്റി. ആൻഡ് ഹിംസെൽഫ് ഇൻറ്റു എ വയലിൻ അവൻ ഒരു വയലിനുമാക്കി മാറ്റി. വയലിൻ എന്നാൽ ഒരു സംഗീതോപകരണം. അവൻ ഒരു സംഗീതോപകരണമാക്കി മാറ്റി. അവളെ അവൻ ഒരു ചുവന്ന പുഷ്പവുമാക്കി മാറ്റി ആ വടി വീശിക്കൊണ്ട്. But the witch recognized the flower as her stepdaughter. പക്ഷേ the witch മന്ത്രവാദിനി തിരിച്ചറിഞ്ഞു, രണ്ടാനമ്മയായിട്ടുള്ള ആ മന്ത്രവാദിനി തിരിച്ചറിഞ്ഞു the flower ആ പുഷ്പത്തെ as her stepdaughter അവളുടെ stepdaughter എന്നാൽ ഭർത്താവിൻ്റെ മുൻഭാര്യയുടെ പുത്രി, ഭർത്താവിൻ്റെ പുത്രി, ഇതൊക്കെയാണ് അർത്ഥം. അവളുടെ സ്റ്റെപ്പ് ഡോട്ടർ ആണ് എന്നുള്ളത് തിരിച്ചറിഞ്ഞു. ഷീ ബെൻഡ് ഫോർവേഡ് ടു പ്ലക്ക് ഇറ്റ്. ഷീ ബെൻഡ് എന്നാൽ വളയ്ക്കുക, തിരിക്കുക, തല കുനിക്കുക, ഇതൊക്കെയാണ് അർത്ഥം. അതിൻ്റെ പാസ്റ്റ് രണ്ടാമത്തെ രൂപവും ബെൻഡ് എന്നാണ്. പക്ഷെ ടി ആയിരിക്കും. തിരിഞ്ഞു അല്ലെങ്കിൽ തല കുനിച്ചു വളച്ചു, ഇതൊക്കെയാണെങ്കിൽ ടി ആയിരിക്കും. ബെൻഡ് എന്നാൽ വളയ്ക്കുക, അത് ഡി ഒന്നാമത്തെ രൂപത്തിന് ഡി ആയിരിക്കും, രണ്ടാമത്തെ രൂപത്തിന് ടി ആയിരിക്കും. ഷീ ബെൻഡ് ഫോർവേഡ് അവൾ മുന്നോട്ടേക്ക് വളഞ്ഞു. ടു പ്ലക്ക് ഇറ്റ് ആ പുഷ്പം പറിക്കാൻ വേണ്ടിയിട്ട്. പ്ലക്ക് എന്നാൽ പറിക്കുക. ടു പ്ലക്ക് ഇറ്റ് അത് പറിക്കാൻ വേണ്ടിയിട്ട്. ജസ്റ്റ് ദെൻ ദ വയലിൻ ബിഗാൻ ടു പ്ലേ ആൻ എൻചാൻറ്റിംഗ് ട്യൂൺ ആൻഡ് ഷീ സ്റ്റാർട്ടഡ് ഡാൻസിങ്. ജസ്റ്റ് ദെൻ ഉടനെ തന്നെ ദ വയലിൻ ബിഗാൻ വയലിൻ ആരംഭിച്ചു. ടു പ്ലേ ആൻ എൻചാൻറ്റിംഗ് ട്യൂൺ. എൻചാൻറ്റിംഗ് എന്നാൽ മന്ത്രം കൊണ്ട് വശീകരിക്കുന്ന, അതിയായി ആകർഷിക്കുന്ന, ഇതൊക്കെയാണ് അർത്ഥം. ട്യൂൺ എന്നാൽ രാഗം, അതിയായി ആകർഷിക്കുന്ന ഒരു രാഗം അവൻ വായിച്ചു. ആൻഡ് ഷീ സ്റ്റാർട്ടഡ് ഡാൻസിങ് അവൾ ആ രണ്ടാനമ്മ സ്റ്റാർട്ടഡ് ഡാൻസിങ് ഡാൻസ് ചെയ്യാൻ ആരംഭിച്ചു, നൃത്തം ചെയ്യാൻ ആരംഭിച്ചു. ഷീ ഡാൻസ്ഡ് ഫോർ എ ലോങ് ടൈം അൻറ്റിൽ ഷീ ഗോട്ട് ടയേർഡ് ആൻഡ് ഫെൽ ഇൻ ടു ദ ഗ്രൗണ്ട്. ഷീ ഡാൻസ്ഡ് അവൾ നൃത്തം ചെയ്തു. ഫോർ എ ലോങ് ടൈം ഒരുപാട് നീണ്ട സമയത്തോളം.
അൻറ്റിൽ എന്നാൽ വരെ എന്നുള്ള അർത്ഥമാണ്. അതുവരെ ഷീ ഗോട്ട് ടയേർഡ്, അവൾ ക്ഷീണിതയാകുന്നത് വരെ അവൾ നൃത്തം ചെയ്തു. ആൻഡ് ഫെൽ ഇൻ ടു ദ ഗ്രൗണ്ട്, അങ്ങനെ എന്താണ് ക്ഷീണിതയായി ഫെൽ ടു ദ ഗ്രൗണ്ട്, തറയിലേക്ക് വീണു. ബിഫോർ ഡൈയിങ് ഷീ കേഴ്സ്ഡ് ഓർലൻഡോ ആൻഡ് ഹീ ലോസ്റ്റ് ഹിസ് മെമ്മറി. ബിഫോർ ഡൈയിങ് മരണപ്പെടുന്നതിന് മുമ്പ് ഷീ കേഴ്സ്ഡ്, കേഴ്സ് എന്നാൽ ശപിക്കുക എന്നുള്ള അർത്ഥമാണ്. ഷീ കേഴ്സ്ഡ് അവൾ ശപിച്ചു. ഓർലൻഡോയെ ശപിച്ചു, രാജകുമാരനെ. ആൻഡ് ഹീ ലോസ്റ്റ് ഹിസ് മെമ്മറി എന്നാൽ ഓർമ്മശക്തി, ലോസ്റ്റ് എന്നാൽ നഷ്ടപ്പെട്ടു. ആൻഡ് ഹീ ലോസ്റ്റ് ഹിസ് മെമ്മറി, അങ്ങനെ ആ ശപിച്ചതിൻ്റെ ഫലമായിട്ട് അവൻ്റെ ഓർമ്മശക്തി നഷ്ടപ്പെട്ടു. ഓർലൻഡോ റിമെമ്പേർഡ് നത്തിങ് എബൌട്ട് റോസ്ലിൻഡ്. രാജകുമാരൻ റോസ്ലിൻഡിനെ പറ്റി ഒന്നും തന്നെ ഓർമ്മിച്ചില്ല, അതിന് സാധിച്ചില്ല, അല്ല മറന്നുപോയി. ഹും ഹി ഹാഡ് ടേൺഡ് ഇൻ ടു എ ഫ്ലവർ. ആരെയാണോ അവൻ പുഷ്പമാക്കി മാറ്റിയിട്ടുണ്ടായിരുന്നത്, അത് അവൻ മറന്നു. അങ്ങനെ റോസ്ലിൻഡോയെ അവൻ മറന്നു. ഹി വെൻറ്റ് ബാക്ക് ടു ഹിസ് കിങ്ഡം ആൻഡ് റോസ്ലിൻ റിമൈൻഡ് എ ഫ്ലവർ. ഹി വെൻറ്റ് ബാക്ക് അവൻ തിരിച്ചുപോയി, ടു ഹിസ് കിങ്ഡം അവൻ്റെ രാജ്യത്തിലേക്ക്. ആൻഡ് റോസ്ലിൻ റിമൈൻഡ് എ ഫ്ലവർ. റിമൈൻ എന്നാൽ തുടരുക എന്നുള്ള അർത്ഥമാണ്. റിമൈൻഡ് തുടർന്നു, റോസ്ലിൻ്റെ ഒരു പുഷ്പമായിട്ട് തന്നെ തുടർന്നു. എ ഫ്യൂ വീക്സ് ലേറ്റർ എ cowherd passed by that way and plucked the flower. എ ഫ്യൂ വീക്സ് ലേറ്റർ കുറച്ച് ആഴ്ചകൾക്ക് ശേഷം. എ cowherd എന്നാൽ ഗോപാലൻ, കാലിമേച്ചിലുകാരൻ, ഇതൊക്കെയാണ് അർത്ഥം. ഒരു കാലിമേച്ചിലുകാരൻ പാസ്ഡ് ബൈ ദാറ്റ് വേ, ആ വഴിയിലൂടെ കടന്നുപോയി. പാസ്ഡ് ബൈ എന്നാൽ കടന്നുപോയി. ആൻഡ് പ്ലക്ക് ദ ഫ്ലവർ എന്താണ് അദ്ദേഹം പ്ലക്ഡ് പറിച്ചു, ദ ഫ്ലവർ ആ പുഷ്പത്തെ പറിച്ചു. ഹി ടുക്ക് ഇറ്റ് ഹോം ആൻഡ് പുട്ട് ഇറ്റ് ഇൻ എ ഫ്ലവർ വെയ്സ്. ഹി ടുക്ക് അദ്ദേഹം എടുത്തു, ഇറ്റ് ഹോം അത് എടുത്തു വീട്ടിലേക്ക് കൊണ്ടുപോയി. ആൻഡ് പുട്ട് ഇറ്റ് ഇൻ എ ഫ്ലവർ വെയ്സ് എന്നാൽ ഭരണി, പൂച്ചട്ടി, ഇതൊക്കെയാണ് അർത്ഥം. അദ്ദേഹം ആ പുഷ്പം ഒരു പൂച്ചട്ടിയിലേക്ക് ഇട്ടു. The next morning he went out to the fields with his cows. The next morning അടുത്ത ദിവസം രാവിലെ. He went out അദ്ദേഹം പുറത്തേക്ക് പോയി. To the fields വയലുകളിലേക്ക് അദ്ദേഹം പോയി. With his cows അദ്ദേഹത്തിൻ്റെ പശുക്കളെയുമായിട്ട്. In the evening when he returned home. In the evening വൈകുന്നേരം. When he returned home അവൻ വീട്ടിലേക്ക് തിരിച്ചു വന്നപ്പോൾ. അദ്ദേഹം ആ കാലിമേച്ചിലുകാരൻ വീട്ടിലേക്ക് തിരിച്ചു വന്നപ്പോൾ. He was surprised to find that the whole house had been cleaned and supper had been cooked. He was surprised അദ്ദേഹം ആശ്ചര്യപ്പെട്ടു, to find കണ്ടെത്തിയതിൽ, that the whole house had been cleaned വീട് മുഴുവനായിട്ടും വൃത്തിയാക്കിയിട്ടുണ്ടായിരുന്നു. ആൻഡ് സപ്പർ ഹാഡ് ബീൻ കുക്ക്ഡ്. സപ്പർ എന്നാൽ അത്തായം. ഹാഡ് ബീൻ കുക്ക്ഡ് അത്തായം പാചകം ചെയ്തിട്ടുണ്ടായിരുന്നു, വീട് വൃത്തിയാക്കിയിട്ടുമുണ്ടായിരുന്നു. ഇത് കണ്ട് അദ്ദേഹം ആശ്ചര്യപ്പെട്ടു. ദ സെയിം തിങ് ഹാപ്പൻഡ് ദ നെക്സ്റ്റ് ഡേ ആൻഡ് ദ ഡേ ആഫ്റ്റർ. ദ സെയിം തിങ് ഇതേ കാര്യം ഹാപ്പൻഡ് സംഭവിച്ചു. ദ നെക്സ്റ്റ് ഡേ അടുത്ത ദിവസവും. ആൻഡ് ദ ഡേ ആഫ്റ്റർ ആ ദിവസത്തിന് ശേഷമുള്ള ദിവസവും അടുത്ത ദിവസവും ഇതുപോലെ ഇതേ കാര്യം സംഭവിച്ചു. വീട് മുഴുവൻ വൃത്തിയാക്കിയിട്ടുമുണ്ടായിരുന്നു, അതുപോലെ അത്താഴം പാചകം ചെയ്തിട്ടുമുണ്ടായിരുന്നു. The cowherd was now sure that there was some magic force working in his house. The cowherd was now sure ആ കാലിമേച്ചിലുകാരന് ഇപ്പോൾ ഉറപ്പായി. that there was some magic force ഒരു ഫോഴ്സ് എന്നാലും ശക്തി, ഒരു മാന്ത്രിക ശക്തി. വർക്കിംഗ് ജോലി ചെയ്യുന്നു. ഇൻ ഹിസ് ഹൗസ് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഒരു മാന്ത്രിക ശക്തി പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളത് അദ്ദേഹത്തിന് ഉറപ്പായി. One morning he decided to stay back and find out who cooked his supper and cleaned his house. One morning ഒരു ദിവസം രാവിലെ. He decided അദ്ദേഹം തീരുമാനിച്ചു. To stay back വീട്ടിൽ തന്നെ നിൽക്കാൻ തീരുമാനിച്ചു. And find out who cooked his supper
ആരാണ് അദ്ദേഹത്തിന് അത്താഴം പാചകം ചെയ്യുന്നത്? ആൻഡ് ക്ലീൻ ഹിസ് ഹൗസ്, അദ്ദേഹത്തിൻ്റെ വീട് ആരാണ് വൃത്തിയാക്കുന്നത്? ഇത് കണ്ടെത്താൻ വേണ്ടിയിട്ട് എന്താണ് അദ്ദേഹം വീട്ടിൽ തന്നെ നിൽക്കാൻ തീരുമാനിച്ചു. ഹി ഹിഡ് ഹിംസെൽഫ് ഇൻ എ കബേർഡ്. കബേർഡ് എന്നാൽ ചുവരലമാര, അതായത് വസ്ത്രങ്ങൾ മുതലായവ സൂക്ഷിക്കുന്ന സ്ഥലം. അദ്ദേഹത്തെ ഒരു അലമാരയിൽ ഒളിപ്പിച്ചു വച്ചു. സൂൺ ഹി സോ ദ ഫ്ലവർ ഡൂയിങ് ഓൾ ദ വർക്ക് വിത്ത് ഇറ്റ്സ് മാജിക്കൽ പവർ. സൂൺ വൈകാതെ ഹി സോ അദ്ദേഹം കണ്ടു, ദ ഫ്ലവർ ഡൂയിങ് എന്താണ് ഒരു പുഷ്പം ചെയ്യുന്നതായിട്ട്, ഓൾ ദ വർക്ക് എല്ലാ ജോലികളും, വിത്ത് ഇറ്റ്സ് മാജിക്കൽ പവർ അതിൻ്റെ മാന്ത്രിക ശക്തി കൊണ്ട് എല്ലാ ജോലികളും ചെയ്യുന്നത് അദ്ദേഹം കണ്ടു. ദ കൗഹേർഡ് ഓൾസോ ന്യൂ എ ഫ്യൂ സ്പെൽസ്. സ്പെൽ എന്നാൽ മന്ത്രം എന്നുള്ള അർത്ഥമാണ്. സ്പെൽസ് മന്ത്രങ്ങൾ. ദ കൗഹേർഡ് ഓൾസോ ന്യൂ എന്താണ് ആ കാലിമേച്ചിലുകാരനും അറിയാമായിരുന്നു, എ ഫ്യൂ സ്പെൽസ് കുറച്ച് മന്ത്രങ്ങൾ. ഷീ റിസൈറ്റഡ് വൺ. റിസൈറ്റ് എന്നാൽ ഉച്ചരിക്കുക. അദ്ദേഹം ഒന്ന് ഉച്ചരിച്ചു, ആ മന്ത്രങ്ങളിൽ ഒരു മന്ത്രം. ആൻഡ് ലോ ആൻഡ് ബിഹോൾഡ്. ലോ ആൻഡ് ബിഹോൾഡ് എന്നാൽ അപ്രതീക്ഷിതമായി എന്നുള്ള അർത്ഥം. അപ്രതീക്ഷിതമായി. ദർ സ്റ്റുഡ്. സ്റ്റാൻഡ് എന്നാൽ എണീറ്റു നിൽക്കുക. സ്റ്റുഡ് നിന്നു. എ ബ്യൂട്ടിഫുൾ മെയ്ഡൻ ബിഫോർ ഹിം. മെയ്ഡൻ എന്നാൽ കന്യക, ബാലിക, കുമാരി ഇതൊക്കെയാണ് അർത്ഥം. ബിഫോർ ഹിം എന്നാൽ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ. എന്താണ് അപ്രതീക്ഷിതമായിട്ട് എന്താണ് അദ്ദേഹത്തിൻ്റെ മുന്നിൽ ഒരു പെൺകുട്ടി, ഒരു ബാലിക നിന്നു. റോസ്ലിൻ കെയിം ബാക്ക് ടു ഹെർ ഓൺ ഫോം. ഫോം എന്നാൽ രൂപം. റോസ്ലിൻ അവളുടെ സ്വന്തം രൂപത്തിലേക്ക് തിരിച്ചു വന്നു. ആൻഡ് ഷീ സാഡ്ലി ടോൾഡ് ഹിം എവരിത്തിങ്. ആൻഡ് ഷീ സാഡ്ലി അവൾ ദുഃഖത്തോടെ, ടോൾഡ് പറഞ്ഞു, ഹിം അദ്ദേഹത്തോട്, എവരിത്തിങ് എല്ലാ കാര്യങ്ങളും. അവൾ ദുഃഖത്തോടെ എല്ലാ കാര്യങ്ങളും അദ്ദേഹത്തോട് പറഞ്ഞു. ദ കൗഹേർഡ് ഹേർഡ് ഹെർ സ്റ്റോറി ആൻഡ് ബിക്കെയിം വെരി സാഡ് ആൻഡ് ഓഫേർഡ് ഹെർ ടു ലിവ് ഇൻ ഹിസ് ഹൗസ്. ദ കൗഹേർഡ് ഹേർഡ് കാലിമേച്ചിലുകാരൻ, ഹേർഡ് കേട്ടു, ഹെർ സ്റ്റോറി അവളുടെ കഥ. ആൻഡ് ബിക്കെയിം വെരി സാഡ്. ബിക്കെയിം എന്നാൽ ആയിത്തീർന്നു. വെരി സാഡ് എന്നാൽ വളരെ ദുഃഖിതനായ എന്നുള്ള അർത്ഥമാണ്. അദ്ദേഹം വളരെ ദുഃഖിതനായി തീർന്നു. ആൻഡ് ഓഫേർഡ് ഹെർ എന്താണ് ഓഫർ എന്നാൽ നിർദ്ദേശിക്കുക. ഓഫേർഡ് നിർദ്ദേശിച്ചു, ഹെർ അവളോട്, ടു ലിവ് ഇൻ ഹിസ് ഹൗസ് എന്താണ് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ജീവിക്കാൻ നിർദ്ദേശിച്ചു. എബൌട്ട് എ ഇയർ ലേറ്റർ ഏകദേശം ഒരു വർഷത്തിന് ശേഷം പ്രിൻസ് ഓർലൻഡോ രാജകുമാരനായിട്ടുള്ള ഓർലൻഡോ ഹാപ്പൻ ടു വിസിറ്റ് എന്താണ് സന്ദർശിക്കാനിടയായി ദ വില്ലേജ് വേർ റോസ്ലിൻ ലിവ്ഡ് വിത്ത് കൗഹേർഡ് എന്താണ് ആ ഗ്രാമം വേർ റോസ്ലിൻ ലിവ്ഡ് റോസ്ലിൻ്റെ ജീവിക്കുന്നത് എവിടെയാണോ ആ ഗ്രാമം സന്ദർശിക്കാൻ ഇടയായി. വിത്ത് ദ കൗഹേർഡ് എന്താണ് ആ കാലിമേച്ചിലുകാരൻ്റെ കൂടെ എന്താണ് അവൾ എവിടെയാണോ ജീവിക്കുന്നത് ആ ഗ്രാമം സന്ദർശിക്കാൻ ഇടയായി. എ വെറൈറ്റി ഷോ വാസ് ഓർഗനൈസ്ഡ് ഇൻ ഹിസ് ഓണർ. എ വെറൈറ്റി ഷോ, വെറൈറ്റി എന്നാൽ വിഭിന്നമായ എന്നുള്ള അർത്ഥമാണ്. വിശേഷാത്മകമായിട്ടുള്ള, ഷോ എന്നാൽ പ്രകടനം. വാസ് ഓർഗനൈസ്ഡ് നടത്തപ്പെട്ടു. ഇൻ ഹിസ് ഓണർ, ഓണർ എന്നാൽ ആദരവ്, ബഹുമതി ഇതൊക്കെയാണ് അർത്ഥം. ഇൻ ഹിസ് ഓണർ അദ്ദേഹത്തെ ആ രാജകുമാരനെ എന്താണ് ആദരിച്ചുകൊണ്ട് ഒരു വെറൈറ്റി ആയിട്ടുള്ള പ്രദർശനം സംഘടിപ്പിച്ചു. റോസ്ലിൻ സാങ് എ സോങ് ഇൻ ദ ഷോ. റോസ്ലിൻ സാങ്, സിങ് എന്നാൽ പാടുക, അതിൻ്റെ പാസ്റ്റാണ് സാങ്, പാടി. എ സോങ് ഒരു പാട്ട്, ഇൻ ദ ഷോ ആ പ്രദർശനത്തിൽ റോസ്ലിൻ്റെ ഒരു പാട്ട് പാടി. വെൻ ഓർലൻഡോ ഹേർഡ് ഹെർ സോങ് ഹി റിമെമ്പേർഡ് ഹെർ ആൻഡ് റെക്കഗ്നൈസ്ഡ് ഹെർ ആൻഡ് ഹിസ് ഫിയാൻസെ. വെൻ ഓർലൻഡോ ഹേർഡ് ഓർലൻഡോ കേട്ടപ്പോൾ, ഹെർ സോങ് അവളുടെ പാട്ട് ഓർലൻഡോ കേട്ടപ്പോൾ, ഹി റിമെമ്പേർഡ് അവൻ ഓർമ്മിച്ചു, ഹെർ അവളെ ഓർമ്മിച്ചു, ആൻഡ് റെക്കഗ്നൈസ്ഡ് എന്താണ് അവളെ തിരിച്ചറിയുകയും ചെയ്തു, ഹെർ ആസ് ഹിസ് ഫിയാൻസെ എന്താണ് അവൻ്റെ പ്രതിശ്രുത വധു എന്നുള്ള അർത്ഥമാണ്. പ്രതിശ്രുത വധു, ഫിയാൻസെ എന്താണ് ഫിയാൻസെ ആണ് എന്നുള്ളതും അവൻ തിരിച്ചറിഞ്ഞു. ഇവിടെ ശ്രദ്ധിക്കുക,
ഇവിടെ പ്രതിശ്രുത വരൻ എന്നാണെങ്കിലും പ്രതിശ്രുത വധു എന്നാണെങ്കിലും ഫിയാൻസെ എന്ന് തന്നെയാണ് പറയുക. പ്രതിശ്രുത വരൻ എന്നുള്ള അർത്ഥത്തിലാണെങ്കിൽ ഒരു ഇ ഉണ്ടായിരിക്കുകയുള്ളൂ. പ്രതിശ്രുത വധു എന്നുള്ള അർത്ഥത്തിലാണെങ്കിൽ എന്താണ്, 2 ഇ ഉണ്ടായിരിക്കും. ഇത് മാത്രമാണ് ഏക വ്യത്യാസം. പക്ഷേ ഉച്ചാരണം ഒരുപോലെയായിരിക്കും. ഹി മാരീഡ് ഹെ ദാറ്റ് വെരി ഡേ. ഹി മാരീഡ് അവൻ വിവാഹം ചെയ്തു, ഹെ അവളെ അവൻ അവളെ വിവാഹം ചെയ്തു. ദാറ്റ് വെരി ഡേ, ദാറ്റ് വെരി ഡേ എന്നാൽ ആ ദിവസം തന്നെ എന്നുള്ള അർത്ഥമാണ്. അന്നേ ദിവസം തന്നെ അവൻ അവളെ വിവാഹം ചെയ്തു. ദസ് റോസ്ലിൻ ആൻഡ് ഓർലൻഡോ വേർ ഫൈനലി യുണൈറ്റഡ്. ദസ് അങ്ങനെ റോസ്ലൻഡോ ആൻഡ് ഓർലൻഡോ, റോസ്ലിൻ്റെയും ഓർലൻഡേയും വേർ ഫൈനലി യുണൈറ്റഡ്. ഫൈനലി എന്നാൽ അവസാനം, അവസാനം യുണൈറ്റഡ് ഒന്നിച്ചു. അവർ രണ്ടുപേരും അവസാനം അങ്ങനെ ഒന്നിച്ചു. ഓർലൻഡോ ടുക്ക് ഹെർ ടു ഹിസ് കിങ്ഡം ആൻഡ് ലിവ്ഡ് വിത്ത് ഹെർ ഹാപ്പിലി എവർ ആഫ്റ്റർ. ഓർലൻഡോ ടുക്ക്, ഓർലൻഡോ കൊണ്ടുപോയി, ഹെ അവളെ, ഓർലൻഡോ അവളെ കൊണ്ടുപോയി, ടു ഹിസ് കിങ്ഡം അദ്ദേഹത്തിൻ്റെ രാജ്യത്തിലേക്ക്. ആൻഡ് ലിവ്ഡ് വിത്ത് ഹെർ ഹാപ്പിലി എവർ ആഫ്റ്റർ എന്താണ്, ആൻഡ് ലിവ്ഡ് എന്നിട്ട് ജീവിച്ചു, വിത്ത് ഹെർ അവളുടെ കൂടെ, ഹാപ്പിലി സന്തോഷത്തോടെ, എവർ ആഫ്റ്റർ എന്നാണ് അതിന് ശേഷമുള്ള അത്രയും കാലം എന്താണ് അദ്ദേഹം അവളുടെ കൂടെ വളരെ സന്തോഷത്തോടെ ജീവിച്ചു.